പുറത്ത് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന പോലൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. കല്യാണ വീടാണെന്നൊന്നും മഴയ്ക്കൊരു കൂസലുമില്ല. മുറ്റത്തെ പന്തലിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ പണിക്കാർ ഓടി നടക്കുന്നുണ്ട്. മായേ, എടി മായേ, നിന്റെ ചേച്ചി എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? അമ്മയുടെ ആ വിളി കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. ഇന്നലെ രാത്രി മെഹന്തിയുടെയും പാട്ടിൻ്റെയൊക്കെ ബഹളം കാരണം കിടന്നപ്പോൾ സമയം ഒത്തിരി വൈകിയിരുന്നു. കണ്ടു തുറന്നപ്പോൾ തന്നെ കണ്ടത് ജനലിലൂടെ അടിച്ചു കയറുന്ന മഴത്തുള്ളികളാണ്. എഴുന്നേക്കോ അമ്മേ, ഞാൻ തിരിച്ചു വിളിച്ചു കൂവി. കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ അപ്പുറത്തെ ബെഡിലേക്ക് നോക്കി. അവിടെ ശൂന്യം. ചേച്ചി എവിടെ പോയി? രാവിലെ തന്നെ കുളിക്കാൻ പോയതാകും. മീര ചേച്ചി അങ്ങനെയാണ്, ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്. സ്വന്തം കല്യാണമല്ലേ, അതിൻ്റെ ടെൻഷൻ കാണും. ഞാൻ വേഗം മുടിയൊന്ന് വാരിക്കെട്ടിവെച്ച് പുറത്തിറങ്ങി. വീട് മൊത്തം ഒരു ഉത്സവ ലഹരിയിലാണ്. ബന്ധുക്കാരെല്ലാം എത്തിയിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് സാമ്പാറിൻ്റെയും അവിയലിൻ്റെയും ഒക്കെ മണം വരുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സ് മുഴുവൻ ശരത്തേട്ടനെക്കുറിച്ചായിരുന്നു. ശരത് ചന്ദ്രൻ. ഇന്നലെ റിസപ്ഷന് സ്റ്റേജിൽ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ചിരിച്ചു നിൽക്കുന്ന ശരത്തേട്ടനെ കണ്ടപ്പോൾ ഉള്ളിലെവിടെയോ ഒരു ചെറിയ സന്തോഷം തോന്നിയിരുന്നു. നല്ല ഹൈറ്റും അല്പം ഗൗരവമുള്ള മുഖവും, പക്ഷെ ചിരിക്കുമ്പോൾ കവിളിൽ വിരിയുന്ന ആ നുണക്കുഴിയും. ചേച്ചിക്ക് ചേരുന്ന ആള് തന്നെയാണ്, സംശയമില്ല. അല്ല മായക്കുട്ടി, നീ ഇപ്പോഴും പല്ലുപോലും തേക്കാതെ നിൽക്കുവാണോ? ചെക്കൻ്റെ വീട്ടുകാർ 10 മണിക്കെത്തും, മുഹൂർത്തം 11 മണിക്കാണ്. പോയി റെഡിയാക്കി പെണ്ണേ. മാമൻ്റെ മോൾ രേവതിയാണ്. അവൾ സാരിയൊക്കെ ഉടുത്ത് സെറ്റായി നിൽക്കുകയാണ്. ചേച്ചി എവിടെ രേവതി? ബാത്റൂമിലുണ്ടോ? ഞാൻ ചോദിച്ചു. ഏയ്, ഞാൻ കുളിക്കാൻ കയറുമ്പോൾ അവിടെ ആരുമില്ലായിരുന്നല്ലോ. താഴെ അമ്മായിയുടെ കൂടെ കാണും. എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. ചേച്ചി താഴെയുമില്ല, റൂമിലുമില്ല. പിന്നെ എവിടെ പോയി? ഞാൻ വേഗം കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് ഓടി. ഹാളിൽ അച്ഛൻ ഫോണിൽ ആരോടോ സംസാരിച്ചു നിൽക്കുന്നു. മുഖത്ത് നല്ല ടെൻഷനുണ്ട്. മഴയാണല്ലോ, അതിൻ്റേതാകും. അച്ഛാ, ചേച്ചിയെ കണ്ടോ? അച്ഛൻ ഫോൺ വെച്ച് എന്നെ നോക്കി. അവൾ മുകളിലില്ലേ മായേ? ബ്യൂട്ടീഷ്യൻ വരാറായല്ലോ. ഇല്ല അച്ഛാ, റൂമിലില്ല, ബാത്റൂമിലുമില്ല. അച്ഛൻ്റെ മുഖത്ത് പെട്ടെന്നൊരു കരിനിഴൽ വീണു. ആ കണ്ണുകളിൽ കണ്ട ഭയം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നീ ഒന്നുകൂടെ പോയി നോക്കുമായേ. ടെറസിലോ മറ്റോ കാണും. ഫോൺ ചെയ്യുന്നുണ്ടാകും. അച്ഛൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും മുകളിലേക്ക് ഓടി. ചീച്ചിയുടെ ഫോൺ ബെഡിൽ തന്നെ ഇരിപ്പുണ്ട്. സ്വിച്ച് ഓഫാണ്. എൻ്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. എന്തോ പന്തികേട്. റൂം ഒന്നുകൂടെ നോക്കി. ഡ്രസ്സുകളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഡ്രസ്സിംഗ് ടേബിളിൽ ആ കത്തിരിക്കുന്നത് ഞാൻ കണ്ടത്. ഒരു വെള്ള പേപ്പർ, അതിൽ നീലമഷി കൊണ്ട് എഴുതിയ വരികൾ. എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ അച്ഛാ, അമ്മേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. ഞാൻ മനുവിനൊപ്പം പോകുന്നു. എനിക്ക് മനുവിനെ മറക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ അന്വേഷിക്കരുത്. എൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. മനു ചേച്ചിയുടെ പഴയ കോളേജ് സീനിയറാണ്. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നറിയാം. പക്ഷെ അത് ബ്രേക്കപ്പ് ആയതല്ലേ? ചേച്ചി തന്നെ സമ്മതിച്ചതല്ലേ ശരത്തേട്ടനുമായുള്ള കല്യാണത്തിന്? പിന്നെ ഇപ്പോഴെന്തിനായി? ഇന്നലെ രാത്രി ചേച്ചി ഒരുപാട് നേരം ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ചോദിച്ചപ്പോൾ ഫ്രണ്ടാണെന്ന് ഒഴിഞ്ഞു മാറിപ്പോയി. അപ്പോൾ ഇതായിരുന്നു ഇവളുടെ പ്ലാനിങ്. മായേ, പുറകിൽ അച്ഛൻ്റെ ശബ്ദം. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എൻ്റെ കയ്യിലെ പേപ്പർ കണ്ട് അച്ഛൻ മരവിച്ച് നിൽക്കുകയാണ്. അച്ഛൻ്റെ മുഖം വിളറി വെളുത്തു. അച്ഛാ, അത് അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ആ കത്ത് പിടിച്ചു വാങ്ങി. ഓരോ വരി വായിക്കുമ്പോഴും അച്ഛൻ്റെ ശരീരം തളരുന്നത് ഞാൻ കണ്ടു. ചതിച്ചു. അവൾ എന്നെ കൊന്നു. അച്ഛൻ ഭിത്തിയിൽ ചാരി താഴേക്ക് ഊർന്നിരുന്നു. അച്ഛാ, ഞാൻ അച്ഛനെ താങ്ങി പിടിച്ചു. താഴെ നിന്ന് ആരോ വിളിച്ചു പറയുന്നത് കേൾക്കാം. ചെക്കൻ്റെ കാർ ഗേറ്റ് കടന്നു, എല്ലാവരും ഇറങ്ങി വാ. എൻ്റെ ഉള്ളൊന്ന് ആളിക്കട്ടി. ശരത്തേട്ടനെത്തി. ഒന്നും അറിയാതെ താലി കെട്ടാൻ വരുന്ന ശരത്തേട്ടൻ. പുറത്ത് കാറുകളുടെ ഹോൺ മുഴങ്ങി. ആ ശബ്ദം എൻ്റെ ചെവിയിൽ ഇടിമുഴക്കം പോലെയാണ് കേട്ടത്. അച്ഛൻ എൻ്റെ കൈ മുറുകെ പിടിച്ചു. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. മായേ, നമ്മുടെ മാനം, എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം എല്ലാം പോയി മോളെ. ഇനി ഞാൻ എന്തു ചെയ്യും? നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അമ്മ ഓടി മുറിയിലേക്ക് വന്നു. അച്ഛൻ തറയിലിരിക്കുന്നത് കണ്ട് അമ്മ അലറി കരയാൻ തുടങ്ങി. ഞാൻ വേഗം വാതിലടച്ചു കുട്ടിയിട്ടു. പുറത്ത് ബന്ധുക്കാർ കൂടും. അവർ കാര്യമറിഞ്ഞാൽ ആലോചിക്കാൻ കൂടി വയ്യ. അമ്മേ, പതുക്കെ, ആരെങ്കിലും കേൾക്കും. ഞാൻ അമ്മയുടെ വാ പൊത്തിപ്പിടിച്ചു. എൻ്റെ കൃഷ്ണ, ഇതെന്ത് പരീക്ഷണമാണ്? അവൾ പോയല്ലോ, എൻ്റെ മോളെ. അമ്മ നെഞ്ചത്തടിച്ച് കരഞ്ഞു. അച്ഛൻ പതുക്കെ എഴുന്നേറ്റു. ആ മുഖത്തിപ്പോൾ സങ്കടമല്ല, ഒരുതരം ശൂന്യതയാണ്.
അച്ഛൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്ത് വെളുത്ത ഇന്നോവ കാറിൽ നിന്ന് ശരത്തേട്ടൻ ഇറങ്ങുന്നു. ക്രീം കളർ ഷർട്ടും കസവ് മുണ്ടുമാണ് വേഷം. കൂടെ ശരത്തേട്ടൻ്റെ അച്ഛനും അമ്മയുമുണ്ട്. എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. ശരത്തേട്ടൻ മുകളിലേക്ക് നോക്കി. ഞാൻ പെട്ടെന്ന് കർട്ടൻ്റെ പിന്നിലേക്ക് മാറി. പക്ഷെ ആ നോട്ടം അത് നേരെ എൻ്റെ നെഞ്ചിലേക്കാണ് കൊണ്ടത്. ഒരുപാട് പ്രതീക്ഷകളുള്ള തിളക്കമുള്ള കണ്ണുകൾ. ആർക്കു വേണ്ടി ആ കണ്ണുകൾ ചുറ്റും തിരയുന്നുണ്ട്? മീര ചാച്ചിയെയാകും നോക്കുന്നത്. എനിക്ക് പേടി തോന്നി. വിശ്വനാഥ, ചെക്കൻ വന്നു, പെണ്ണിനെ ഇറക്കണ്ടേ? പുറത്തുനിന്ന് ആരോ വാതിലിൽ തട്ടി വിളിച്ചു. അച്ഛൻ തിരിഞ്ഞ് എന്നെ നോക്കി. ആ നോട്ടത്തിൽ ഒരപേക്ഷയുണ്ടായിരുന്നു. ഇന്ന് വരെ കാണാത്തൊരു ഭാവം. മായേ. അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ചു. മോളെ, അച്ഛന് വേറെ വഴിയില്ല. നീ സമ്മതിക്കുമോ? എനിക്ക് കാര്യം മനസ്സിലായില്ല. എന്തിനച്ഛാ? ആ മണ്ഡപത്തിൽ മീരയ്ക്ക് പകരം നീ ഇരിക്കുമോ? എനിക്ക് ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. എന്താണ് അച്ഛൻ ഈ പറയുന്നത്? ഞാൻ മീര ചേച്ചിക്ക് പകരം? അച്ഛാ, അച്ഛൻ എന്താ ഈ പറയുന്നത്? ശരത്തേട്ടൻ അത് ചേച്ചിയുടെ. അറിയാം മോളെ, പക്ഷെ ഇപ്പോൾ വേറെ വഴിയില്ല. പുറത്തു നിൽക്കുന്നത് വെറും ആളുകളല്ല. ശരത്തിൻ്റെ അച്ഛൻ മേനോൻ സാറാണ്. ഈ നാട്ടിലെ തന്നെ വലിയ മനുഷ്യൻ. നമ്മൾ കാരണം അവർക്ക് നാണക്കേടുണ്ടായാൽ പിന്നെ നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും മോളെ. അച്ഛൻ എൻ്റെ കാലിലേക്ക് വീഴാൻ തുടങ്ങി. ഞാൻ അച്ഛനെ പിടിച്ചുയർത്തി. എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ പഠനം, എൻ്റെ ഇഷ്ടങ്ങൾ എല്ലാം ഈ ഒറ്റ നിമിഷം കൊണ്ട് അവസാനിക്കാൻ പോകുകയാണോ? ശരത്തേട്ടൻ പാവം, ഒന്നും അറിയുന്നില്ല. ചേച്ചിയെ സ്നേഹിച്ച് ചേച്ചിയെ സ്വന്തമാക്കാൻ കൊതിച്ചു വന്ന ആൾ പെട്ടെന്ന് ആ സ്ഥാനത്ത് എന്നെ കാണുമ്പോൾ അയാൾക്കത് സഹിക്കാൻ പറ്റുമോ? അച്ഛാ, പക്ഷേ ശരത്തേട്ടൻ സമ്മതിക്കുമോ? ഞാൻ വിറയലോടെ ചോദിച്ചു. ഞാൻ കാല് പിടിക്കാം. മേനോൻ സാറിനോട് ഞാൻ പറയാം. അവർക്ക് അഭിമാനമാണ് വലുത്. കല്യാണം മുടങ്ങിയാൽ അവർക്കും നാണക്കേടല്ലേ? അവർ സമ്മതിക്കും. നീ മാത്രം മനസ്സ് വെച്ചാൽ മതി. ഞാൻ ജനലിലൂടെ താഴേക്ക് നോക്കി. പന്തലിലിരുന്ന് ചിരിക്കുന്ന ശരത്തേട്ടൻ കയ്യിലൊരു മൊബൈൽ ഫോണിൽ എന്തോ തിരയുകയാണ്. ഇടയ്ക്കിടെ വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ ജീവിതം കൂടി ഞാൻ കാരണം, അല്ലെങ്കിൽ ചേച്ചി കാരണം തകരുകയാണല്ലോ. എന്തു വിധിയാണ് ഈശ്വര ഇത്? എൻ്റെ മനസ്സിൽ ഒരു വശത്തിൻ്റെ സ്വാതന്ത്ര്യവും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു, മറുവശത്ത് അച്ഛൻ്റെ കണ്ണുനീരും കുടുംബത്തിൻ്റെ മാനവും. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു ദീർഘശ്വാസമെടുത്തു. മതിയച്ഛ, അച്ഛൻ പോയി സംസാരിക്കുക. ഞാൻ റെഡിയാണ്. ആ വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ തൊണ്ട വരണ്ടു പോയിരുന്നു. സ്വന്തം ജീവിതം ബലി കൊടുക്കാൻ തീരുമാനിച്ച നിമിഷം അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. പക്ഷെ എനിക്ക് കരച്ചിൽ വന്നില്ല. മനസ്സ് മരവിച്ചതുപോലെ. കുറച്ചു സമയത്തിന് ശേഷം താഴെ ഹാളിൽ വലിയൊരു ബഹളം കേൾക്ക്. അച്ഛൻ കാര്യങ്ങൾ ശരത്തേട്ടൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കാണും. ഞാൻ പതുക്കെ വാതിൽ തുറന്ന് കോണിപ്പടിയുടെ മുകളിൽ പോയി നിന്നു. താഴെ എല്ലാവരും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ശരത്തേട്ടൻ ഒരു ശില പോലെ നിൽക്കുന്നു. മുഖത്തെ ചിരി മാഞ്ഞു പോയിരിക്കുന്നു. കണ്ണുകളിൽ ദേഷ്യമാണോ സങ്കടമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ശരത്തേട്ടൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനോട് അലറുകയാണ്. എന്ത് തെമ്മാടിത്തരമാണ് വിശ്വനാഥ നിങ്ങളീ പറയുന്നത്? മുഹൂർത്ത നേരത്ത് വാക്കുമാറ്റി പറയുന്നു. പെണ്ണില്ലാതെ എങ്ങനെ വിവാഹം നടക്കും? അല്ല സാറേ, ചതിച്ചതാണ്. അവള് ഞങ്ങൾ എല്ലാവരെയും ചതിച്ചു. പക്ഷെ മുഹൂർത്തം തെറ്റില്ല. എൻ്റെ ഇളയ മകൾ മായ, മീരയ്ക്ക് പകരം കതിർ മണ്ഡപത്തിൽ ശരത്തിന് വധുവായി മായയിരിക്കും. അവൾക്കിതിന് സമ്മതമാണ്. സാറ് സമ്മതിക്കണം. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞങ്ങൾ... അച്ഛൻ കൈകൂപ്പി കരയുകയാണ്. ശരത്തേട്ടൻ പതുക്കെ തല ഉയർത്തി. ആ നോട്ടം നേരെ വന്നു വീണത് എൻ്റെ മുഖത്താണ്. അന്നുവരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയപ്പെടുത്തുന്ന നോട്ടം. ആ നോട്ടത്തിൽ വെറുപ്പിന്റെ ഒരു തീക്കണൽ എരിയുന്നുണ്ടായിരുന്നു. ശരത്തേട്ടൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. കോണിപ്പടികൾ ഓരോന്നായി കയറി എൻ്റെ തൊട്ടു മുന്നിൽ വന്നു നിന്നു. മായേ, ഉറക്കെ വിളിക്കുമ്പോൾ ആ ശബ്ദം വളരെ ഗംഭീരമുള്ളതായിരുന്നു. ആ വിളിയിൽ ഒരു പരിഹാസം ഒഴിഞ്ഞിരിപ്പുണ്ട്. നിനക്ക് സമ്മതമാണോ ഈ നാടകത്തിന്? ഞാൻ തലകുനിച്ചു. എനിക്ക് വേറെ വഴിയില്ല ശരത്തേട്ട. ശരത്തേട്ടൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഒരു വല്ലാത്ത ചിരി. ശരി, നിന്റെ അച്ഛന്റെ മാനം രക്ഷിക്കാൻ നീ ബലിയാകാൻ തയ്യാറാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ ഞാനും തയ്യാറാണ്. പക്ഷെ ഒന്നോർത്തോളൂ. എൻ്റെ ചെവിയിലേക്ക് കുനിഞ്ഞു. എനിക്ക് ദേഹമാകെ വിറയ്ക്കുന്നത് പോലെ തോന്നി. നിന്റെ കഴുത്തിൽ കെട്ടുന്ന ഈ താലിക്ക് എൻ്റെ മനസ്സിൽ ഒരു വിലയും ഉണ്ടാകില്ല. ഒരിക്കലും നിന്നെ എൻ്റെ ഭാര്യയായി ഞാൻ അംഗീകരിക്കില്ല.
ഇത് ഈ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ നടക്കുന്ന വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിരിക്കും. അത് സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം മതി ഈ വിവാഹം. ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഒരു കൂരമ്പ് പോലെ തറച്ചു കയറി. പക്ഷെ പിന്മാറാൻ കഴിയില്ലല്ലോ. ഞാൻ പതുക്കെ തലയാട്ടി. പുറത്തു മഴയുടെ ശക്തി വീണ്ടും കൂടി. അപ്രതീക്ഷിതമായ ഒരു ഇടിമുഴക്കം വീടിനെ വിറപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റം അവിടെ തുടങ്ങാൻ പോകുകയായിരുന്നു. ആദ്യ ഭാഗം അവസാനിച്ചു. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്കുകൾ അറിയിക്കുക.